ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാലക്കാട് ഇലക്ഷൻ കൂടി കഴിഞ്ഞതിന് ശേഷം കേരള രാഷ്ട്രീയം പുതിയൊരു ദിശയിലേക്ക് സഞ്ചരിക്കുകയാണ്. പുതിയ ദിശയിലേക്ക് എന്ന് പറഞ്ഞാൽ SDPയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ സജീവ ചർച്ചയാവുന്ന, അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്സ് കൂടി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇടപെടുന്ന രീതിയിലുള്ള പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. അത് 2019 ഇലക്ഷൻ തൊട്ടാണ് കേരളത്തിൽ പ്രകടമായിട്ടുള്ളത്. ആ പ്രകടമായി മാറ്റങ്ങൾ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് നിയന്ത്രണങ്ങളിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോകും. പൊതുവെ ഇപ്പോൾ നമുക്കറിയാം, കുറെ വർഷങ്ങളായിട്ട് ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുന്നതിന് ഒരു വർഷം മുമ്പ് RSS തുടങ്ങിയ വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് വലിയൊരു RSS നിർമ്മിക്കുന്ന ജനലിലൂടെ അല്ലെങ്കിൽ ജാലകത്തിലൂടെ ഉള്ള കാഴ്ചകൾ മാത്രമാണ് നമ്മുടെ പൊതുസമൂഹം കാണുന്നതും ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. അതിനെ പൊളിച്ചെഴുതാൻ ഇവിടുത്തെ ന്യൂനപക്ഷ മുസ്ലിം രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. ഇപ്പോൾ SDPI ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും, ജമാഅത്ത് ഇസ്ലാമി വർഷങ്ങളായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കക്ഷിയാണ്. ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത് പറയുണ്ടായിരുന്നു. 92 ബാബരി ദംശനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിക്കുന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കാനാണ് അവർ അന്ന് സ്വീകരിച്ചത്. അതുപോലെ തന്നെ 2011 മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ നേരിട്ട് ചർച്ച നടത്തിയതും 2006 പൂർണ്ണമായിട്ടുള്ള പിന്തുണ LDFന് കൊടുത്തതും 2011 പിന്തുണച്ചതുമൊക്കെ കൃത്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമി തുറന്ന് പറയുന്നുണ്ട്. ഇന്നലെ പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ കണ്ടിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല, ജമാഅത്ത് ഇസ്ലാമി എന്തോ ഭീകര പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നതിനെ ഖണ്ഡിച്ചുകൊണ്ട്, അതിനെ എതിർത്തുകൊണ്ട് ഇതുവരെ LDFുമായി നടന്ന എല്ലാ ചർച്ചകളും ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കലാണ് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ച നിലപാട്. അതിന്റെ ഇതായിട്ട് തമിഴ്നാട്ടിലെ മധുരയില്, തമിഴ്നാട്ടിലെ ദിണ്ടിഗലില്, രാജസ്ഥാനിലെ സിക്കറില്, ഇവിടെ മൂന്നിടത്തുനിന്നും CPMന് MPമാരുണ്ടായിട്ടുണ്ട്. ഈ MPമാർക്കുള്ള വോട്ടുകൾ ജമാഅത്ത് ഇസ്ലാമി കൂടി സമാഹരിച്ച വോട്ടുകളാണ് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, ഈ SDPI പൊതുവെ ഇന്ത്യ മുന്നണിയിലായിരുന്നില്ല. തമിഴ്നാട്ടില് AIDMKയുടെ മുന്നണിയിലായിരുന്നു. അവര് ദിണ്ടിഗലില് അവർ SDPI മത്സരിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ CPM ഇവിടെ RSSന്റെ നരേഷനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഒരു മത ധ്രുവീകരണത്തിന്റെ ലക്ഷ്യമെടുത്തു. അതിനെ ജമാഅത്ത് ഇസ്ലാമി ശക്തമായി എതിർക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കോൺഗ്രസുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷം തന്നെയാണ് അവർ കോൺഗ്രസിന് പിന്തുണ ചെയ്യുന്നത്. ഇവിടെ BJP അധികാരത്തിൽ വരാതിരിക്കുക, ഇന്ത്യയിൽ BJP വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ജമാഅത്ത് ഇസ്ലാമി രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചത് എന്നും കൃത്യമായി പറയുന്നുണ്ട്. SDPIയുടെ വാർത്താ സമ്മേളനം 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു അവർ ചർച്ച ഒന്നും നടത്തിയില്ല, പക്ഷെ കൃത്യമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളുടെ വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പിക്കാൻ വേണ്ടി SDPI ശ്രമിച്ചിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ജമാഅത്ത് ഇസ്ലാമിനെ SDPI ഒന്നും തള്ളി പറഞ്ഞുകൊണ്ട് ഇനിയൊരു രാഷ്ട്രീയ മുന്നേറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണമോ ലഭ്യമാകാൻ സാധ്യല്ല. കാരണം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരികയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നാൽ 2015 വരെ ജനകീയ മുന്നണിയുടെ ഭാഗമായിട്ട് CPMഉം വെൽഫെയർ പാർട്ടി, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയും ഒരുമിച്ചായിരുന്നു പല പഞ്ചായത്തുകളും ഭരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് അവർ ആ മുന്നണിയിൽ നിന്ന് മാറുകയും പിന്നീട് സ്വതന്ത്രമായി മത്സരിക്കാൻ തുടങ്ങി. SDPI പലയിടത്തും, എനിക്കറിയാവുന്ന പത്തനംതിട്ട മുനിസിപ്പാലിറ്റി, വട്ടാങ്കൽ പഞ്ചായത്ത്, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലെ പോരുവൈ പഞ്ചായത്ത്, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലൊക്കെ LDFനെയും UDFനെയും ഒരുപോലെ പല പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനം SDPI സ്വീകരിക്കുന്നുണ്ട്. അവിടെ ഒന്നും BJP ഭരിക്കാതിരിക്കാൻ, BJP ഭരണത്തിലേക്ക് വരാതിരിക്കാനുള്ള ഒരു നിലപാടാണ് SDPI പല സ്ഥലത്തും കാഴ്ചവെക്കുന്നത്. അപ്പൊ ഈ കേരള രാഷ്ട്രീയത്തിൽ ഇനി വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും ഇലക്ഷനുകളിലൊക്കെ SDPI, ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ മുസ്ലിങ്ങളെയൊക്കെ ഒന്നടങ്കം തീവ്രവാദമൊക്കെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ മുസ്ലിം ന്യൂനപക്ഷ അല്ലെങ്കിൽ ദളിത് പ്രസ്ഥാനങ്ങൾ ഉള്ളിടത്തോളം നടക്കുകയില്ല. അതിനൊരു മാറ്റം പാലക്കാട് ഇലക്ഷനോടുകൂടി വന്നിരിക്കും.